ഹലോ, ഞങ്ങളുടെ ഈ ജൂണിൻ്റെ വീഡിയോസ് ഇടുമ്പോഴുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കോമൺ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ട്. എനിക്ക് പേഴ്സണലിയും ഒരുപാട് പേര് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ. ജൂണിന് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ജൂണിന് എത്ര രൂപയായി, അതുപോലെ ജൂണിന് യൂസ് ചെയ്യുന്ന കൂടെ എവിടെ നിന്ന് വാങ്ങിച്ചതാണ്, അതുപോലെ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഫുഡ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ്. കാരണം കമൻറ്റ് ഇട്ട് ഞാൻ കുഴഞ്ഞു കേട്ടോ. പിന്നെ പേഴ്സണലി വരുന്ന മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങൾ വാങ്ങിച്ചത് തൃശ്ശൂർ നിന്നാണ് കേട്ടോ. ഒരു ഇൻസ്റ്റാ പേജ് വഴിയാണ് ഞങ്ങൾ ജൂണിനെ വാങ്ങിച്ചത്. ഞങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവൾക്ക് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് 25,000 രൂപയായിരുന്നു കേട്ടോ. അത് സർട്ടിഫൈഡ് ഡോഗിനാണ് 25 ലാക്ക് വരുന്നത്. നോൺ സർട്ടിഫൈഡ് ആണെങ്കിൽ അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് 12,000 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫീമെയിലാണ്, അദ്ദേഹം ഫീമെയിൽ പപ്പിയാണ്. അപ്പോൾ ഫീമെയിൽ ആണെങ്കിലും മെയിലാണെങ്കിലും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ജൂണിൻ്റെ കൂട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവേലിക്കര വള്ളക്കാല തിയേറ്ററിൻ്റെ ഓണർ ഒരു പപ്പി ഇത് പെറ്റ്സിൻ്റെ ഒരു ഷോപ്പ് പുള്ളി നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ അതുപോലെ തന്നെ ജൂണിനെ കൊണ്ടുവന്ന് VKR ഹോസ്പിറ്റലുണ്ട് ഒന്നാംകുട്ടിയിൽ. അപ്പം അവിടെയും ഇതേ സെയിം കൂട് കുറച്ചുകൂടെ റേറ്റ് കുറവില്ല, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, റേറ്റ് കുറവിൽ അവിടെ കിട്ടും കേട്ടോ. പിന്നീട് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഫുഡ് നോർമലായിട്ടുള്ള ഫുഡുകളൊന്നും തന്നെ ഇതിൻ്റെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് റോയൽ കനാൻ്റെ സ്റ്റാർട്ടഡാണ് കൊടുക്കാറ്. അപ്പം ഞങ്ങൾക്ക് മാക്സിമം ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1 മന്ത് കംപ്ലീറ്റ് വരില്ല കേട്ടോ. അപ്പോൾ 4 നേരം ഫീഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ മിക്സായിട്ടാണ് കൊടുക്കുക. പിന്നെ ചോറ്, പിന്നെ അതുപോലെ പുളി കുറഞ്ഞ തൈര്, ചോറും തൈരും കൊടുക്കാം. പിന്നീട് 2 മാസം തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ചിക്കനും റൈസും കൂടി നന്നായിട്ട് വേവിച്ച് കുറച്ച് വെള്ളം, അതിൻ്റെ ചിക്കൻ്റെ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചോറ്, ക്യാരറ്റ്, ബ്രോക്കലി, പിന്നെന്താ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഫ്രൂട്ട്സിൽ സെലക്റ്റീവായിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇവർക്ക് ബ്ലൂബെറി, സ്ട്രോബെറി പോലുള്ള സാധനങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കിഡ്നി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കുറേ വായിക്കുകയും അല്ലാണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു കേട്ടോ. പിന്നീട് ഡിവോമിങ് അത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. നോർമൽ ഡോഗ് മാതിരിയേ അല്ല, നമ്മൾ ഒത്തിരി കെയർ ചെയ്ത് നോക്കേണ്ട ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത്. പിന്നെ മസാലകൾ, ഉപ്പ് കാര്യങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും, അവർക്ക് വയറ് അപ്സെറ്റ് ആവും, പിന്നെ കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ജൂണിൻ്റെ ചെറിയ കാര്യങ്ങൾ. അതുപോലെ ആഴ്ചയിലൊരിക്കൽ ഇദ്ദേഹത്തിനെ കുളിപ്പിക്കണം, പിന്നെന്താ പല്ലി എപ്പിക്കണം, പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരുക്കി വെക്കണം. ചില സമയങ്ങളിലേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് ആളെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്.